ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ പൂട്ടണമെന്ന ഉത്തരവിനെതിരായ ഹർജി സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി. മദ്യശാലകൾ പൂട്ടുന്നതിൽ എതിർപ്പില്ലെന്ന് ബിവറേജസ് കോർപ്പറേഷൻ. വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, ഇക്കാര്യത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാനം നേരത്തെ. ഇപ്പോഴത്തെ നിലപാട് എങ്ങനെയാണ്? സുപ്രീം കോടതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്? പ്രതീഷ്, ഈ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവിന്മേൽ വ്യക്തത തേടിയാണ് വിവിധ സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം മദ്യശാല ഉടമകളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജിയിൽ ഏകദേശ വാദം പൂർത്തിയായിരിക്കുകയാണ്. വിധി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെയാണ് ഈ ബാർ ലൈസൻസ് വിവിധ ഇടങ്ങളിൽ പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലാവധി അവസാനിക്കുക. മാർച്ച് 31-നകം തന്നെ ഈ ബാറുകളെല്ലാം അടച്ചുപൂട്ടണം. സംസ്ഥാന പാതയോരങ്ങൾക്ക് സമീപം 500 മീറ്ററിനകത്തുള്ള എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടണമെന്നാണ് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. അതിനാൽ ഈ കാലപരിധി നാളെ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പ്രസ്താവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതി ഹർജി പരിഗണിച്ച് വിവിധ സംസ്ഥാനങ്ങളുടെ വാദം കേട്ട് മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തിയാണ് സംസ്ഥാന അതോടൊപ്പം ദേശീയ പാതയോരങ്ങളിൽ 500 മീറ്ററിനകത്തുള്ള എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഈ അവസാന നിമിഷം കാലാവധി തീരാനുള്ള മാർച്ച് 31 അടുത്തെത്തുമ്പോഴാണോ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടത് എന്ന സംശയവും കോടതി മുന്നോട്ട് വെക്കുകയുണ്ടായി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ഈ 500 മീറ്ററിനകത്തുള്ള മദ്യശാലകൾ മാത്രമല്ലേ അടച്ചുപൂട്ടുന്നുള്ളൂ. അതിനാൽ തന്നെ പൂർണ്ണ മദ്യനിരോധനം എന്നതല്ലല്ലോ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത്. 500 മീറ്ററിനകത്തല്ലാത്ത മറ്റേത് സ്ഥലങ്ങളിലിരുന്നും മദ്യപിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലവിലുണ്ടല്ലോ. വീട്ടിലിരുന്നും ആളുകൾക്ക് മദ്യപിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ പൂർണ്ണമായ മദ്യനിരോധനമല്ല, പകരം ഈ വാഹന അപകടങ്ങൾ ഈ മദ്യവും മറ്റും ഉപയോഗിച്ചതിന് ശേഷമുള്ള വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് എന്നാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയത്. അതിനാൽ തന്നെ നാളെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ശ്രദ്ധേയമായത് കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷൻ അറിയിച്ചത് സുപ്രീം കോടതി വിധി അനുകൂലിക്കുന്നു. പക്ഷേ ഈ ഒരു വിധി നടപ്പാക്കാൻ കൂടുതൽ സമയപരിധി വേണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് കേരള ബിവറേജസ് കോർപ്പറേഷൻ സുപ്രീം കോടതി മുമ്പാകെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പ്രതീഷ്, ശരി, മനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മുത്തലാഖ് കേസിൽ വിശദമായ വാദം മെയ് 11 മുതൽ ആരംഭിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ വാദം കേൾക്കും. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണോ മുത്തലാഖ് എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. മനുഷ്യാവകാശ ലംഘനമായതിനാൽ 20ഓളം മുസ്ലിം രാജ്യങ്ങളിൽ മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര നിയമമന്ത്രാലയം നേരത്തെ നിലപാടെടുത്തിരുന്നു. എന്നാൽ മുസ്ലിം വ്യക്തി നിയമങ്ങൾ കാലാനുസൃതമായി മാറ്റാനാകില്ലെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാട്. ചീഫ് ജസ്റ്റിസ് JS ഖേഹാർ അധ്യക്ഷനായ 7-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. മുൻ മന്ത്രി AK ശശീന്ദ്രന്റെ ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 4 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് സമാന്തരമായിട്ടാണ് പോലീസ് അന്വേഷണം. ഉടൻ തന്നെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിക്കും. മുൻ മന്ത്രി AK ശശീന്ദ്രനെതിരെ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ വിവാദവുമായി ബന്ധപ്പെട്ട് 4 പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ശശീന്ദ്രനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിനെതിരെ മലപ്പുറം സ്വദേശിനിയായ പെൺകുട്ടിയുടെ സഹോദരൻ പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി DGPക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറി. തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തന്നെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു വാർത്തയുടെ സംരക്ഷണമെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ആരോപണത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തണമെന്ന പരാതിയും DGPക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത്. NCPയുടെ യുവജന വിഭാഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലും അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ കൂടുതൽ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് സമാന്തരമായി പോലീസ് അന്വേഷണവും ആരംഭിച്ചത്. ഉടൻ തന്നെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ മാധ്യമ പ്രവർത്തകരെ ചൂഷണം ചെയ്യുന്നത് സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. വനിതകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകണമെന്ന് സംസ്ഥാന സെക്രട്ടറി P. സതീദേവി വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങൾ വഴി സ്ത്രീകളെ അപമാനിക്കാനുള്ള ശ്രമം പോലീസ് അന്വേഷിക്കണമെന്നും മഹിളാ അസോസിയേഷൻ നേതാക്കൾ മലപ്പുറത്ത് വ്യക്തമാക്കി. പ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാധ്യമ മുതലാളിമാരുടെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായിട്ട് കേരളീയ സമൂഹത്തിനെ അറിയിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാധ്യമ പ്രവർത്തകരായിട്ടുള്ള
നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള ചർച്ച ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഉന്നയിച്ചിട്ടുള്ള പരാതികൾ പരിശോധിക്കാനും നടപടിയെടുക്കാനും തയ്യാറാവണം. കാര്യത്തിൽ NCP തീരുമാനമെടുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കാര്യത്തിൽ CPM ഇടപെടില്ലെന്നും യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു. The minister who resigned belongs to the NCP. The NCP is partner of the LDF. That seat in the cabinet is for the NCP and it's for the NCP to decide. A judicial inquiry has been ordered till the probe comes out. What the NCP would they want to replace this minister who resigned, voluntarily? Whether they want to replace him in the cabinet or keep that vacant till the probe is over, whatever be that decision, that will be NCP's decision. We have nothing to say about it. പരിസ്ഥിതിക്ക് അനുകൂല നിർമ്മാണമാണ് മൂന്നാറിൽ വേണ്ടതെന്ന് കോടിയേരി. മൂന്നാറിലെ പട്ടയ വിതരണം ഉടൻ പൂർത്തിയാക്കണമെന്നും സർക്കാർ അതിനനുസരിച്ച് നിയമനിർമ്മാണം നടത്തണമെന്നും കോടിയേരി വ്യക്തമാക്കി. അതേസമയം വിജിലൻസിനെതിരായ ഹൈക്കോടതി വിലയിരുത്തൽ പരിശോധിക്കുമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിലയിരുത്തലുകളും നിഗമനങ്ങളും സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിടങ്ങളായിരിക്കണം മൂന്നാറിൽ ഉണ്ടാക്കേണ്ടത്. അതിനനുസരിച്ച് കൊണ്ടൊരു നിയമനിർമ്മാണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാവും. മൂന്നാറിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കയ്യേറ്റം നടന്നിട്ടില്ല എന്ന വാദം തെറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കഴിഞ്ഞ സർക്കാർ മൂന്നാറിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല. 2010 കോടതി വിധി UDF സർക്കാർ നടപ്പിലാക്കിയില്ലെന്നും കെട്ടിടങ്ങൾ ഒന്നും പെട്ടെന്ന് പൊങ്ങി വന്നതല്ലെന്നും കാനം കോഴിക്കോട്ട് വ്യക്തമാക്കി. അപ്പോൾ ഉമ്മൻചാണ്ടി 2010 മുതൽ ഉള്ള ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് യഥാർത്ഥം. ഞങ്ങളുടെ ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ആ കോടതി വിധി നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് റവന്യൂ അധികൃതർ നടപടി സ്വീകരിച്ചു. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു കയ്യേറ്റവും ഉണ്ടായിട്ടില്ല. അല്ല ഒരു ദിവസം കൊണ്ട് ഈ കെട്ടിടമൊക്കെ പൊങ്ങി വരുമോ? MLA S. രാജേന്ദ്രന്റെ മൂന്നാറിലെ ഭൂമിയുടെ പട്ടയത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കത്ത് നൽകി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ പ്രത്യേക പരിശോധന നടത്തണമെന്നാണ് ആവശ്യം. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ട് മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി അന്വേഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. മൂന്നാറിന്റെ പരിസ്ഥിതിക്ക് യോജിച്ച തരത്തിലുള്ള നിർമ്മാണവും വികസനവുമാണ് വേണ്ടത്. അതുകൊണ്ട് മൂന്നാറിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഹൈക്കോടതി കെട്ടിടത്തിന് മുകളിൽ നിന്നും വൃദ്ധൻ ചാടി മരിച്ചു. ഹൈക്കോടതിയുടെ 8ാം നിലയിൽ നിന്നാണ് ഇയാൾ ചാടിയത്. കൊല്ലം സ്വദേശിയെ KL ജോൺസണാണ് മരിച്ചത്. രാവിലെ 11:45 സംഭവം. കേസുകളിൽ നേരിട്ട് ഹാജരാകുന്ന ജോൺസൺ പഞ്ചായത്ത് മതിൽ പൊളിച്ചു കളഞ്ഞതിനെതിരെ നഷ്ടപരിഹാരം തേടിയാണ് ഹൈക്കോടതിയിലെത്തിയത്. 7ാം നിലയിലേക്ക് നടന്നു കയറിയ ജോൺസൺ ആളുകൾ നോക്കി നിൽക്കെയാണ് ചാടിയത്. പലരും ചാടരുതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെങ്കിലും ജോൺസൺ അത് ചെവിക്കൊണ്ടില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ചാടി ഓടാൻ ഞാൻ മുഖം തിരിച്ചു. എനിക്കത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഇതുണ്ടായില്ല. മുഖം തിരിച്ചു. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബാരിക്കേഡിൽ വന്ന് ഇട്ട് കൈയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ വന്ന് വീണ് അവിടെ നിന്ന് പിന്നെ പതുക്കെ ഒരു സെക്കൻഡ് കൊണ്ട് താഴെ കാറിൻ്റെ സൈഡിലേക്ക് വീഴുമായിരുന്നു. അത്തേക്ക് ആളുകൾ ഓടിക്കൂടി എടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്നും കാരണം അന്വേഷിച്ചു വരികയാണെന്നും ACP ലാൽജി പറഞ്ഞു. അദ്ദേഹം ഇവിടെ എന്തോ കേസ് സംബന്ധമായ കാര്യത്തിന് വന്നാണ്. എന്നിട്ട് താഴോട്ട് ചാടിയതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 77-കാരനായ ജോൺസൺ 5 വർഷം മുൻപ് കൊല്ലം കളക്ടറേറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഉദുപ്പ് വർഗീസിനെ CBI കസ്റ്റഡിയിൽ വിട്ടു. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കസ്റ്റഡിയിൽ വിടേണ്ടതില്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഉദുപ്പ് 97 കോടി രൂപ ഹവാലയായി വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്ന് CBI കോടതിയെ അറിയിച്ചു. ഈ പണം എന്തു ചെയ്തുവെന്ന് കണ്ടെത്തണം. ഉദുപ്പിന്റെ കൈവശമുള്ള ബ്ലാങ്ക് ചെക്കുകളും മുദ്രപത്രങ്ങളും കണ്ടെടുക്കണം. അതിനാൽ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് CBI വാദിച്ചു. വാദം അംഗീകരിച്ച കോടതി കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട ശേഷം പ്രതിയെ CBI കസ്റ്റഡിയിൽ വിടാൻ അനുമതി നൽകുകയായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കേന്ദ്ര സഹായം വേണമെന്ന് മുഖ്യമന്ത്രി. 450 കോടിയുടെ ദുരിതാശ്വാസ പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകണം. ദുരിതബാധിതർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 450 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്.
എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇത് സംബന്ധിച്ച് തീരുമാനമൊന്നും എടുത്തു കഴിഞ്ഞിട്ടില്ല. എൻഡോസൾഫാൻ നിരോധിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നപ്പോഴുണ്ടായ പ്രതികരണം നമ്മളെല്ലാം ഓർക്കുന്ന കാര്യവുമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അത് കാസർകോട്ടെ ദുരിതബാധിത ഗ്രാമപ്രദേശങ്ങളിൽ നീതിയുടെ വെളിച്ചം തെളിയിക്കുന്ന ഒന്നാണ്. സെൻകുമാറിന്റെ സ്ഥാനമാറ്റം സംബന്ധിച്ച് എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് സുപ്രീം കോടതി. ഏപ്രിൽ 10-നകം രേഖകൾ ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. വാദം അംഗീകരിച്ചാൽ നഷ്ടമായ കാലാവധി നീട്ടി നൽകണമെന്ന് സെൻകുമാർ ആവശ്യപ്പെട്ടു. പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം തനിക്കുണ്ടെങ്കിൽ അതേ ഉത്തരവാദിത്തം നളിനി നെറ്റോയ്ക്കുമുണ്ടെന്നും സെൻകുമാർ കോടതിയെ അറിയിച്ചു. ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ TP സെൻകുമാർ നൽകിയ ഹർജിയിലാണ് സെൻകുമാറിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണോ സെൻകുമാറിന്റെ സ്ഥാനമാറ്റമെന്ന് സുപ്രീം കോടതി പരിശോധിക്കും. മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്കാണ് തന്നെ മാറ്റിയതെന്നും ക്യാബിനറ്റിനെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സെൻകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദുഷ്യന്ത് ദവെ വാദിച്ചു. പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തിൽ കിലോമീറ്ററുകളോളം അകലെയായിരുന്ന താൻ മാത്രം ഉത്തരവാദിയാകുന്നത് എങ്ങനെയെന്നും അങ്ങനെയെങ്കിൽ അന്നത്തെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന നളിനി നെറ്റോയ്ക്കും സമാന ഉത്തരവാദിത്തമുണ്ടെന്നും സെൻകുമാർ ആരോപിച്ചു. നളിനി നെറ്റോയെ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയായി സർക്കാർ ഉയർത്തിയെന്നും സെൻകുമാർ കോടതിയെ ബോധിപ്പിച്ചു. ജിഷ വധക്കേസിലെ അന്വേഷണ വീഴ്ചയും തന്റെ സ്ഥാനമാറ്റത്തിന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുവെന്നും എന്നാൽ ഈ രണ്ട് കാര്യവും ഉയർത്തിക്കാട്ടി സർക്കാർ തന്നെ മാത്രം കരുവാക്കുകയാണെന്നും സെൻകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഈ രണ്ട് കേസുകളിലെയും അന്വേഷണ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത്. തന്റെ വാദം അംഗീകരിച്ചാൽ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം നഷ്ടമായ കാലാവധി തിരികെ നൽകണമെന്നും സെൻകുമാർ കോടതിയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം പരിശോധിക്കാമെന്ന മറുപടിയാണ് സുപ്രീം കോടതി നൽകിയത്. മനുശങ്കർ, ദില്ലി. യുവ വനിതാ സംരംഭകർക്കായി കൈർലി TV ഏർപ്പെടുത്തിയ ജ്വാല പുരസ്കാര വിതരണം ഇന്ന് കൊച്ചിയിൽ നടക്കും. വ്യവസായ മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കൈർലി ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കൈർലി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, VK ഇബ്രാഹിം കുഞ്ഞ് MLA തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. കളമശ്ശേരി കുസാറ്റ് സെമിനാർ ഹാളിൽ വൈകിട്ട് 5:30 അല്പസമയത്തിനകമാണ് ചടങ്ങ്. വൈകിട്ട് 5:30 കളമശ്ശേരി കുസാറ്റിലെ സെമിനാർ ഹാളിലാണ് പുരസ്കാരദാന ചടങ്ങ് നടക്കുക. കൈർലി TV ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി അധ്യക്ഷനാകുന്ന ചടങ്ങ് വ്യവസായ മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. കൈർലി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആമുഖ പ്രഭാഷണം നടത്തും. VK ഇബ്രാഹിം കുഞ്ഞ് MLA, കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ ജയലത, കൈർലി TV ഡയറക്ടർമാരായ MM മോനായി, CK കരുണാകരൻ, VK മുഹമ്മദ് അഷറഫ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യധാരാ സംരംഭക, നവാഗത യുവസംരംഭക, സാമൂഹ്യോന്മുഖ യുവസംരംഭക എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം നൽകുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച 100 കണക്കിന് നോമിനേഷനുകളിൽ നിന്നും പ്രഗത്ഭരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ നിശ്ചയിച്ചത്. ജൂറി അംഗങ്ങളായ J. വിജയരാഘവൻ, അഡ്വക്കേറ്റ് K. ചന്ദ്രിക, ലക്ഷ്മി മേനോൻ എന്നിവരും പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രതിസന്ധികളോട് പടപൊരുതി ജയിച്ച് സമൂഹത്തിന് മാതൃകയാകുന്നവർക്കായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സാമൂഹ്യ സേവനം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാകണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എറണാകുളം ജില്ലയിൽ CPM നടപ്പിലാക്കുന്ന ജനകീയ ജലസംരക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കോടിയേരി. തമ്മനം, നായത്തോട്, കുമ്പളം എന്നിവിടങ്ങളിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. കൊച്ചി തമ്മനം കൂത്താപ്പാടിയിലെ താളിക്കുളം കോടിയേരിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിക്കൊണ്ടാണ് ജില്ലയിലെ ജനകീയ ജലസംരക്ഷണ പരിപാടിക്ക് തുടക്കമായത്. ഫാക്ടറികൾ മാലിന്യ സംസ്കരണത്തിന് സംവിധാനമുണ്ടാക്കണമെന്ന് കോടിയേരി പറഞ്ഞു. കേരളത്തിലെ 44 നദികളും മാലിന്യമുക്തമാക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ യജ്ഞത്തിൽ പങ്കാളികളാകണമെന്നും കോടിയേരി പറഞ്ഞു. ഞങ്ങളെല്ലാവരും പങ്കാളികളാകണമെന്ന് CPM അഭ്യർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. CPM മാതൃക കാണിക്കണം. അതുകൊണ്ടാണ് CPIM മുൻകൈയെടുത്തുകൊണ്ട് കേരളത്തിലെ 1500 കേന്ദ്രങ്ങളിൽ ശുദ്ധജല സ്രോതസ്സുകൾ നവീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി P. രാജീവ്, അഡ്വക്കേറ്റ് സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കുമ്പളം, നായത്തോട് എന്നിവിടങ്ങളിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കോടിയേരി നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ 40 ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കാനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് പ്രവർത്തനം. മഴക്കാലത്ത് കിണറുകൾ റീചാർജ് ചെയ്യുന്നതിനുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ എത്തി. ആരാധകർ വൻ വരവേൽപ്പാണ് ഗ്രേറ്റ് ഫാദറിന് നൽകിയത്. 202 തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്.
റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖരായ കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്മൈൽ ഹോംസ് എന്ന പുതിയ ഭവന പദ്ധതിക്ക് തുടക്കമിടുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ 1000 ഭവനങ്ങളും ബംഗളൂരുവിൽ 3000 ഭവനങ്ങളുമാണ് ഒരുക്കുന്നതെന്ന് കമ്പനി അധികൃതർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 450 കോടി രൂപയാണ് പദ്ധതിക്കായി നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രമുഖ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് ലോണുകൾ സമന്വയിപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഹൗസിംഗ് സ്കീമുകൾ ഫലവത്താക്കാനാണ് സ്മൈൽ ഹോംസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്മൈൽ ഹോംസ് തൊഴിലവസരം ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു.